ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് കം ആൻഡ് ബൈ എന്നുള്ള ഒരു പോയം റിട്ടൺ ബൈ പി രാമചന്ദ്രൻ. സോ ഈ ഒരു പോയം പറയുന്നത് ശരിക്കും ഈ ഒരു ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു മോഡേണൈസേഷൻ വന്നതോടുകൂടി, ആധുനികവൽക്കരണം വന്നതോടുകൂടി, യാന്ത്രികവൽക്കരണം വന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വിൽപ്പനക്കാണ്. ഈവൺ എർത്ത് ഈസ് ഫോർ സെയിൽ എന്നുള്ള ഒരു ഐറോണിക് ടൈറ്റിലാണ് അദ്ദേഹം കൊടുത്തത്. പണ്ട് കാലത്ത് പണ്ട് കാലത്ത് മീൻസ് ഓക്കെ, നമുക്ക് ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് ഒരു സ്വത്തായിരുന്നു. പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് കണ്ടിരുന്ന സ്കൂളുകൾ, അതുപോലെ തന്നെ കടലുകൾ, പുഴകൾ, ഇതൊക്കെ എന്താണ് ഇപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആക്കിയിട്ട് പല കുത്തക മുതലാളിമാരും അല്ലെങ്കിൽ അവർ പ്രൈവറ്റ് കമ്പനീസൊക്കെ ചില പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഈവൺ സിറ്റീസിലെ ചില ഏരിയാസ് അതൊക്കെ അവർക്ക് സ്വന്തമാക്കുക അല്ലെങ്കിൽ അവരുടെ കീഴിൽ വരുന്ന രീതിയിലേക്ക് അവർ മാറ്റുകയും ചെയ്തു. സോ ഇതിനെതിരെയുള്ള ഒരു ക്രിട്ടീക്കാണിത്. ഇറ്റ്സ് എ ക്രിട്ടീക്ക് ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് വാണിജ്യവൽക്കരണത്തിനെതിരെയുള്ള അതിനെ ചോദ്യം ചെയ്യുന്നു. അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ കേരളത്തെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, മോഡേണിറ്റിയെ കൂടുതൽ എംബ്രേസ് ചെയ്ത ആളുകൾ, മീൻസ് ട്രഡീഷണൽ വേ ഓഫ് ലൈഫിനെ നിരാകരിച്ചുകൊണ്ട് മോഡേണിറ്റിയെ കൂടുതൽ എംബ്രേസ് ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യുന്നു പ്രകൃതിയെ. ഇറ്റ് ഈസ് റിട്ടൺ ബൈ പി രാമചന്ദ്രൻ. ഐറോണിക്കലി, ഓക്കെ, ഈ ഒരു പോയം എന്ന് പറയുന്നത് വരൂ വാങ്ങൂ എന്നുള്ളത് ഓദറിന് ഇഷ്ടമുണ്ടായിട്ട് പറയല്ല. ഓക്കെ, അതായത് ഭൂമിയെ വാങ്ങൂ എന്നുള്ളത് ഇഷ്ടമുണ്ടായിട്ട് പറയില്ല. അദ്ദേഹം ഐറോണിക്കലായിട്ട് ദ്വയാർത്ഥ രൂപത്തിൽ പറയാണ്. Ironically, it is an invitation to buy regions of Kerala. കേരളത്തിലെ റീജൻസ് വാങ്ങാൻ വേണ്ടി അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യാണ് ആളുകളെ. പ്രസൻറ്റിങ് നേച്ചർ, ഓക്കെ, അദ്ദേഹം ഇഷ്ടമുണ്ടായിട്ടില്ല ഒരിക്കലും. അപ്പോൾ നേച്ചർ, പബ്ലിക് സർവീസ്, റിസോഴ്സസ് ആൻഡ് ഹെറിറ്റേജസ്, കമ്മോഡിറ്റീസ് ഫോർ സെയിൽ, ഇതൊക്കെ എന്താണ് ഈ ഒരു ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വിൽപ്പനക്കുണ്ട് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഒരു ഓപ്ഷൻ പോലെ, ഒരു ലേലം പോലെ പറയാണ്. പ്ലേസസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ദാറ്റ് വെർ പബ്ലിക്ലി ഓൺഡ് ലൈക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സ്, ഡാംസ്, സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ്. അതായത് പണ്ട് കാലത്ത് നമുക്ക് ഇതെല്ലാം സ്വന്തമായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ എന്താണ്, ഹോസ്പിറ്റലും സ്കൂൾസും ഒക്കെ ആർ നൗ അപ്പ് ഫോർ ഗ്രാബ്സ്. ഇതൊക്കെ നമുക്ക് ഒരു നമുക്കിപ്പം ആക്സസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ മണിയുള്ളവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, ഓക്കെ, സ്കൂളിലെ ഫീസ് സ്ട്രക്ചർ ആണെങ്കിലും ഹോസ്പിറ്റലിലെ ചാർജ് ആണെങ്കിലും ഇതൊക്കെ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലപ്പുറം പോയിട്ട്, ഓക്കെ, ഇപ്പോൾ എന്താണ് എല്ലാം പ്രൈവറ്റൈസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്. ഈവൻ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ട്രഷേഴ്സ് ആർ ബീങ് കമോഡിഫൈഡ്. ഓക്കെ, നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില രത്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അമൂല്യമായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ എന്താണ് സെയിലിന് വെച്ചതാണെന്നവൻ. പിന്നെ റിവേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട്. പെരിയാർ, നിള, ബാക്ക് വാട്ടേഴ്സ്, അല്ലേ, കായലുകൾ, അതുപോലെ സഹ്യ മലനിരകൾ, സിറ്റീസ് ലൈക്ക് കൊച്ചി, വയനാട്, മലബാർ ആർ ബീങ് കമോഡിഫൈഡ്. ഓക്കെ, ഈ കൊച്ചിയൊക്കെ വിൽപ്പനയ്ക്ക് മീൻസ് ചില ഭാഗങ്ങൾ അതിൽ നമുക്ക് ഏറ്റവും, ഇപ്പം ഫോർ എക്സാമ്പിൾ കൊച്ചിയിലൊരു നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമുണ്ടെന്ന് വെക്കുക. ഓക്കെ, ആ ഒരു സ്ഥലം നമ്മൾ അടുത്ത സന്ദർശനത്തിൽ അവിടെ കണ്ടോളണമെന്നില്ല. അവിടെ ചിലപ്പം ബിൽഡിങ്ങുകളോ അതൊക്കെ പൊങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അവർ റീപ്ലേസ് ചെയ്യുന്നു. അവർ പ്രൈവറ്റ് കമ്പനീസ് നല്ല ലാൻഡിനെ എന്ത് ചെയ്യുന്നു, അവരുടെ മണി മൈൻഡഡ്, ആ ഒരു ഗ്രീഡിൻ്റെ പുറത്ത് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓദർ സർക്കാസ്റ്റിക്കലി റിമാർക്സ് ഈവൻ ദ ക്യാപിറ്റൽസ് ആൻഡ് ഫെർട്ടൈൽ ലാൻഡ്സ്. അദ്ദേഹം വളരെ തമാശ രൂപത്തിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാണ്. ഈവൻ ക്യാപിറ്റൽസും അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ലാൻഡുകളും ഇതൊക്കെ കമ്മോഡിഫൈ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ. ദ പോയം എൻഡ്സ് ബൈ വോക്കിംഗ് ദ ട്രഡീഷണൽ വുമൺ. ഓക്കെ, ഒരു ട്രഡീഷണൽ വുമൺ, ഒരു നെയ്ക്കഡ് വുമൺ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൂമിയെയാണ്. ഭൂമിയെ എന്താക്കി ഈ എക്സ്പ്ലോയിറ്റേഷൻ്റെ മൂലം ആളുകൾ, മോഡേൺ മൈൻഡ് സെറ്റുള്ള ആളുകൾ, അതായത് മോഡേണിറ്റിയെ പൂർണ്ണമായിട്ട് എംബ്രേസ് ചെയ്ത ആളുകൾ, ട്രഡീഷണൽ വേ ഓഫ് ലൈഫിനെ തീരുമാനിക്കാത്ത ആളുകൾ, ഇവരെന്ത് ചെയ്യുന്നു, ഇവർ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു, വിച്ച് ഈസ് സിമ്പിൾ ഫോർ റെസീലിയൻസ് ഓഫ് കൾച്ചർ. പക്ഷേ കൾച്ചർ, ചില ആളുകളൊക്കെ പിന്നെ ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് വിടാതെ ആ ഒരു കൾച്ചറിനെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടെങ്കിലും അതിനെ ചെറുത്ത് നിൽക്കാനുള്ള റെസിലിയൻസോട് കൂടി, കറേജോട് കൂടി ചെറുത്ത് നിൽക്കാനുള്ള കഴിവുകൾ ഉള്ളവരും ഈ ഒരു കൾച്ചറിലുണ്ട് എന്നാണ് മീനിങ്. അപ്പോൾ അവിടെ ഏർത്തിനെ എന്ത് ചെയ്യാണ്, ഈ ഒരു ലൈനുകൾ പറയുന്നത് ഏർത്തിനെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി, ഒരു ബാഡ് മെൻറ്റാലിറ്റിയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്.
So this is all about the chapter, The Come and Buy, a poem by P.P. Ramachandran.